ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ലാലേട്ടന്റെ ഋഷഭ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്, തെലുങ്കിലാണ്, പിന്നെ എല്ലാ ലാംഗ്വേജിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എനിക്കൊന്ന് ലാലേട്ടന്റെ സാധാരണ പടം പോലെ വലിയൊരു ഹൈപ്പ് ഇതിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ബിഗ് ബജറ്റ് മൂവി തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മുടെ എനിക്കൊന്ന് മലയാളം സിനിമ വരുമ്പോഴാണ് കേരളത്തിൽ ഒന്നുകൂടി ഒരു ഹൈപ്പ് കിട്ടുന്നത്. പക്ഷെ ഇതിന് ആ ഒരു ഹൈപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതിന്റെ ടീസറൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പം ചില സീക്വൻസ് നമുക്ക് ഈ പറഞ്ഞിട്ട് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ ടീസറിനകത്ത്. പക്ഷെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കണ്ടപ്പം നല്ല സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ട്രെയിലർ വന്നിട്ടുണ്ട്, ട്രെയിലറിനകത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരെ ട്രെയിലർ കണ്ടു നോക്കാം. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. തന്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. വാട്ട് യു കാൺട്ട് ഡിഫൈൻ, ദ ബ്രെയിൻ ഡിനൈസ്. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. It's purely reincarnation. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ഇതിന്റെ മേക്കിംഗ് കൊള്ളാം അല്ലേ? നമ്മൾ നേരത്തെ ടീസറിനകത്ത് കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്ക് ഇതിനകത്ത് മേക്കിംഗ് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പഴയതും മെമ്മറി ഈ എന്നുവെച്ചാൽ പുനർജന്മം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് കേൾക്കുന്നത് ഇതിനെപ്പറ്റി അച്ഛനും മകനും തമ്മിലുള്ള ശത്രുതയും ബന്ധവും അങ്ങനെയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ഒരു ടോക്കിനകത്ത് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ അറിയത്തില്ല ഇതിനെപ്പറ്റി. പിന്നെ ലാലേട്ടന്റെ പോർഷൻ ആണെങ്കിലും ലാലേട്ടന്റെ മകനായിട്ടുള്ള അഭിനയിച്ച അദ്ദേഹത്തിന്റെ അല്ലേ പുള്ളിയുടെ പോർഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫൈറ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആറാട്ടിലെ കോസ്റ്റ്യൂമും പിന്നെ ആ ഒരു വീട്ടുമുറ്റത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ആറാട്ട് സിനിമയിൽ. അപ്പൊ ആ ഒരു സെയിം ഫൈറ്റ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ആ ഒരു പോർഷൻ. അപ്പം സംഭവം കൊള്ളാം. പറഞ്ഞിട്ട് വലിയൊരു സംഭവം ഇല്ലേ, കുറച്ച് പോർഷനൊക്കെ ഭയങ്കര ഹെവി ബഡ്ജറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ചില പോർഷനൊക്കെ നമുക്ക് അത്ര ഒരു ഫീൽ വന്നിട്ടില്ല. എന്തോരം തിയേറ്ററിൽ 25-ാം തീയതിയാണ് വരുന്നത്. അപ്പം പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു 20-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് പടത്തിന്റെ ഹൈപ്പ് ചിലപ്പോൾ മാറുമായിരിക്കാം. അപ്പം എന്തോരം നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.